എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ സ്കന്ധത്തിലെ 10-ാം അധ്യായമാണ്. മഹാപുരാണങ്ങളുടെ ലക്ഷണങ്ങളും സർവ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ശക്തികളുടെയും ഉൽപ്പത്തി അല്ലെങ്കിൽ ഉത്ഭവത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ശ്രീശുക മഹർഷിയും സൂതനും തമ്മിലുള്ള സംവാദമാണ്. പുരാണങ്ങളുടെ 10 ലക്ഷണങ്ങളെക്കുറിച്ച് ശ്രീശുകൻ പറയുകയാണ്. ആ 10 ലക്ഷണങ്ങൾ, ഒന്ന് സർഗം, അതായത് ത്രിഗുണങ്ങൾ. ത്രിഗുണങ്ങളെ കുറിച്ച് അറിയാമല്ലോ. സത്വം, രജസ്, തമസ് എന്നിവ. അവയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ക്ഷോഭം സംഭവിക്കുന്നത് മൂലം ബ്രഹ്മത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയും പഞ്ചതന്മാത്രകളായ ഗന്ധം, രസവും രൂപവും സ്പർശവും എന്നിവയും കൂടാതെ ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, മനസ്സ് മുതലായവ ഉത്ഭവിക്കുന്നതിനെയാണ് സർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ലക്ഷണം വിസർഗമാണ്. ഈ പറഞ്ഞവയുടെ ഉത്ഭവത്തിന് ശേഷം ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടിയെയാണ് വിസർഗം എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ലക്ഷണം സ്ഥാനമാണ്, അതായത് സ്ഥിതി. സ്ഥിതി എന്നാൽ വൈകുണ്ഠവാസിയായ വിഷ്ണു ഭഗവാന്റെ സംരക്ഷണ കർത്താവെന്ന നിലയിലുള്ള വിജയമാണ്. നാലാമത്തെ ലക്ഷണം പോഷണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തന്മാർക്കുണ്ടാകുന്ന ശ്രേയസ്സിനെയാണ് പോഷണം എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ ലക്ഷണം ഊതികൾ എന്നാണ് പറയുന്നത്. ധർമ്മത്തെ പ്രതിപാദിക്കുന്നത് മന്വന്തര വർണ്ണനയിൽ കൂടിയാണ്. നാനാവിധങ്ങളായ കർമ്മവാസനകളെക്കുറിച്ചുള്ള ചിന്തയാണ് ഊതികൾ. അടുത്തത് ആറാമത്തെ ലക്ഷണം മന്വന്തരമാണ്. മന്വന്തരം എന്താണെന്നൊന്ന് വിശദമാക്കി തരാം. നമുക്കറിയാം 4 യുഗങ്ങളെക്കുറിച്ച്. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇവയാണ് 4 യുഗങ്ങൾ. വിശദമായി ഈ യുഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൈർഘ്യം, അതായത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത് കലിയുഗത്തിനാണ്. കലിയുഗം 4,32,000 വർഷമാണ് കലിയുഗത്തിൻ്റെ ദൈർഘ്യം. അതുപോലെ കലിയുഗത്തിൻ്റെ ഇരട്ടി ദൈർഘ്യമുണ്ട് ദ്വാപരയുഗത്തിന്. അതായത് 4,32,000 ഇരട്ടി 8,64,000 വർഷമാണ് ദ്വാപരയുഗത്തിൻ്റെ ദൈർഘ്യം. അടുത്തത് ത്രേതായുഗം. ഇതിന് കലിയുഗത്തിൻ്റെ 3 ഇരട്ടി ദൈർഘ്യമുണ്ട്. അതായത് 4,32,000 3 ഇരട്ടിയായ 12,96,000 വർഷം. സത്യയുഗമാണ് ഏറ്റവും ദൈർഘ്യമേറിയത്. അതായത് കലിയുഗത്തിൻ്റെ 4 ഇരട്ടി, 4,32,000 4 ഇരട്ടിയായ 17,28,000 വർഷമാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. ഇതാണ് യുഗങ്ങളുടെ ദൈർഘ്യം. ഇനി ഈ 4 യുഗങ്ങളും കൂടി ചേർന്നാൽ ഏതാണ്ട് 43,20,000 വർഷം നീണ്ടതാണ് ഈ 4 യുഗങ്ങൾ. ഈ 4 യുഗം കൂടി ചേർന്നതിനെയാണ് നമ്മളൊരു മഹായുഗം എന്ന് പറയുന്നത്. അതായത് ഒരു മഹായുഗം 43,20,000 വർഷം. അങ്ങനെയുള്ള 1000 മഹായുഗങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലിന് തുല്യമാകുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകലിനെ കൽപ്പം എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 43.5 കോടി വർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അല്ലെങ്കിൽ ഒരു കൽപ്പം. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയാണ്, ഏകദേശം 87 കോടി വർഷം. 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അതിനുശേഷം പുതിയ ബ്രഹ്മാവ് ജനിക്കും. ഇനി നമുക്ക് മന്വന്തരത്തിലേക്ക് വരാം. നമ്മൾ മുൻപ് കൽപ്പം എന്ന് പറഞ്ഞില്ലേ, അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. ഈ കൽപ്പത്തെ 14 വിഭജിച്ചിട്ട് അതിൽ ഒരു ഭാഗമാണ് മന്വന്തരം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മന്വന്തരത്തെ വൈവസ്വത മന്വന്തരം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മന്വന്തരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിവരങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അടുത്തത് പുരാണത്തിൻ്റെ 7ാമത്തെ ലക്ഷണമായ ഈശാനുകഥയാണ്. ഈശാനുകഥ എന്നാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭഗവാന്റെ അവതാര കഥകളാലും അതുപോലെ തന്നെ ഭക്തന്മാരുടെ നാനാവിധത്തിലുള്ള ആഖ്യാനങ്ങളാലും വിസ്തരിക്കപ്പെട്ടിട്ടുള്ള കഥാശ്രേണിയാണ് ഈശാന കഥകൾ. അടുത്തത് 8ാമത്തെ ലക്ഷണമായ നിരോധം, അതായത് ജീവാത്മാവിന് പരമാത്മാവിലുണ്ടാകുന്ന സ്വന്തം ശക്തികളോടുകൂടിയ ലയമാണ് നിരോധം. അടുത്തത് 9ാമത്തെ ലക്ഷണമായ മുക്തി. ദേഹാഭിമാനം വെടിഞ്ഞ് സ്വരൂപത്തിലുള്ള സ്ഥിതിയാണ് മുക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 10ാമത്തെ ലക്ഷണമായ ആശ്രയമാണ്. അത് ഏതിൽ നിന്നാണോ ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയും സ്ഥിതിയും ലയങ്ങളും ഉണ്ടാകുന്നത്, പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും പറയുന്ന അതുതന്നെയാണ് ആശ്രയം എന്ന 10ാമത്തെ ലക്ഷണം.
ഭാഗവതം എന്ന പുരാണത്തിൽ മാത്രമേ ഈ 10 ലക്ഷണങ്ങളും പറയുന്നുള്ളൂ. അതുകൊണ്ടാവാം ഭാഗവതത്തെ മഹാപുരാണം എന്ന് പറയുന്നത്. മറ്റെല്ലാ പുരാണങ്ങളിലും സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം എന്നിങ്ങനെയുള്ള 5 ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലക്ഷണങ്ങളെക്കുറിച്ച് ശ്രീശുകൻ വിവരിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും തുടരുകയാണ്. ജീവൻ തന്നെയാകുന്നു ആധ്യാത്മികം, അതുതന്നെയാണ് ആദിദൈവികവും. ഇത് രണ്ടും ചേർന്ന ശരീരം തന്നെയാണ് ആദി ഭൗതികം. ഇവയിൽ ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിനെ അറിയുവാൻ കഴിയില്ല. ഇത് മൂന്നിനെയും അറിയുന്ന പരമാത്മാവ് തന്നെയാണ് സർവ്വതിനും ആശ്രയം. വിരാട് പുരുഷൻ അണ്ഡം ഭേദിച്ച് പുറത്തു വന്നപ്പോൾ തനിക്കൊരു ആശ്രയം വേണമെന്ന് ആഗ്രഹിച്ച് ജലത്തെ സൃഷ്ടിച്ചു. പുരുഷൻ എന്ന് പ്രകീർത്തിക്കുന്ന നരനിൽ നിന്നും ജലം ഉണ്ടായി. അതുകൊണ്ടാണ് ജലത്തിന് നാരം എന്ന പേര് ഉണ്ടായത്. ആയിരക്കണക്കിന് വർഷം നാരത്തിൽ, അതായത് ജലത്തിൽ വസിച്ചതുകൊണ്ടാണ് ആ പുരുഷന് നാരായണൻ എന്ന പേരുണ്ടായത്. ആരുടെ അനുഗ്രഹവും ഉദാസീനതകളും കൊണ്ടാണോ ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ മുതലായവയ്ക്ക് ഉൽപ്പത്തിയോ നാശമോ ഉണ്ടാകുന്നത്, ആ ഭഗവാൻ നാനാത്വത്തെ കാക്ഷിച്ച് യോഗശയ്യയിൽ നിന്നും എഴുന്നേറ്റു. അനന്തരം ഹിരൺമയമായ സ്വവീര്യത്തെ ആദിദൈവം, അധ്യാത്മം, അധിഭൂതം എന്നിങ്ങനെ 3ആയി വിഭജിച്ചു. ആ പുരുഷന്റെ ഏകവീര്യം എപ്രകാരമാണ് 3ആയി പിരിഞ്ഞതെന്ന് തുടർന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരാന്തർഭാഗത്തുള്ള ആകാശത്തിൽ നിന്നും ഓജസ്, മനഃശാന്തി, ദേഹശക്തി എന്നിവയുണ്ടായി. അവയിൽ നിന്ന് ചൈതന്യാത്മകമായ പ്രാണനുണ്ടായി. സകല ജീവജാലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു മുഖ്യപ്രാണനെ രാജാവിനെ ഭൃത്യന്മാർ എന്ന പോലെ ഉപപ്രാണന്മാർ അനുവർത്തിക്കുന്നു. ഈ മുഖ്യപ്രാണന്റെ അഭാവത്തിൽ ഉപപ്രാണന്മാരുടെ ചേതനത്വം ഇല്ലാതാകുന്നു. അകമേ ചലിക്കുന്ന ഈ പ്രാണൻ മൂലം വിരാട് പുരുഷന് വിശപ്പും ദാഹവും ഉണ്ടായി. കുടിക്കുവാനും ഭക്ഷിക്കുവാനും വേണ്ടി അദ്ദേഹം തൻ്റെ വായ തുറന്നു. മുഖത്ത് നിന്ന് താലുവും, അതായത് അണ്ണാക്കും, അതിൽ നിന്ന് നാനാരസങ്ങൾ അറിയുന്നതിനായി നാവും ഉണ്ടായി. ആ വിരാട് പുരുഷൻ സംസാരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ മുഖത്തുനിന്ന് അഗ്നിയും വാഗിന്ദ്രിയവും, അതായത് സംസാരിക്കുവാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളെയാണ് വാഗിന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. പ്രധാനമായും നാക്ക്, അണ്ണാക്ക്, പല്ലുകൾ, ചുണ്ടുകൾ, ശ്വാസകോശത്തിൽ നിന്നുള്ള വായു എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ നിന്നൊക്കെയാണ് വാക്ക് ഉണ്ടായത്. മണക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ നാസാദ്വാരങ്ങളും ഘ്രാണേന്ദ്രിയങ്ങളും വായുവും ഉണ്ടായി. കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ നേത്രേന്ദ്രിയങ്ങളും നേത്രദ്വാരങ്ങളും അധിഷ്ഠാതൃദേവതയായ ആദിത്യനും രൂപഗ്രഹണ ശക്തിയും ഉണ്ടായി. ഈ അധിഷ്ഠാതൃദേവതകൾ എന്നത് പ്രത്യേക അവയവങ്ങളെ, തത്വങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ഘടകങ്ങളെ ഭരിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആയ ദേവതകളാണ്. ഓരോ ഇന്ദ്രിയത്തിനും ഒരു അധിഷ്ഠാതൃ ദേവതയുണ്ട്. അത് കണ്ണിന് സൂര്യനും, ചെവിക്ക് ദിഗ്ദേവതകളും, മൂക്കിന് അശ്വിനി ദേവന്മാരും, നാക്കിന് വരുണനും, ത്വക്കിന് വായുവും ആണ് അധിഷ്ഠാതൃ ദേവതകൾ. അതുപോലെ കർമ്മേന്ദ്രിയങ്ങളായ വാക്കിന് അഗ്നിദേവനും, പാദത്തിന് വിഷ്ണുവും, പാണിക്ക് അഥവാ കൈക്ക് ഇന്ദ്രനും, പായു അഥവാ മലദ്വാരത്തിന് മൃത്യുവും, ഉപസ്ഥ അഥവാ ജനനേന്ദ്രിയത്തിന് പ്രജാപതിയുമാണ് അധിഷ്ഠാതൃ ദേവതകൾ. അപ്പം അധിഷ്ഠാതൃ ദേവതകളെക്കുറിച്ച് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ശ്രീശുകന്റെ വാക്കുകളിലേക്ക് വരാം. വേദങ്ങൾ സ്തുതിക്കുന്ന സമയത്ത്, വേദങ്ങൾ സ്തുതിക്കുന്ന സമയത്ത് അത് കേൾക്കുവാൻ, വിരാട് പുരുഷൻ അത് കേൾക്കുവാൻ ആഗ്രഹമുണ്ടായി. അപ്പോൾ കാതുകളും ശ്രോത്രേന്ദ്രിയങ്ങളും അധിഷ്ഠാതൃ ദേവതയായ ദിക്കും ഗ്രഹണശക്തിയും ഉണ്ടായി. ഗുരുത്വം, ലഘുത്വം, മൃദുത്വം, കാഠിന്യം, ശൈത്യം, താപം മുതലായവ ഗ്രഹിക്കാൻ ആഗ്രഹമുണ്ടായപ്പോൾ ചർമ്മവും രോമങ്ങളും തരുക്കളും സ്പർശഗുണത്തോടുകൂടിയ വായുവും ഉണ്ടായി. നാനാകർമ്മങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ കൈകളും ബലവും ഇന്ദ്രനും ധനാദി കർമ്മങ്ങളും ഉണ്ടായി. ഗമിക്കുവാൻ, അതായത് സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ച ആ പുരുഷന് 2 കാലുകൾ ഉണ്ടായി. അവയെക്കൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ആ മനുഷ്യർ യാഗത്തിനുള്ള ദ്രവ്യങ്ങൾ നേടിയിട്ട് ഈ വിരാട് പുരുഷനെ തന്നെ വേദവിധി പ്രകാരം യജിക്കുന്നു. സന്താനങ്ങൾ, ആനന്ദം, അമൃതത്വം മുതലായവയെ ഇച്ഛിച്ച ആ പുരുഷന് ശിശ്നവും, അതായത് ലിംഗവും, ഉപസ്ഥവും, അതായത് ജനനേന്ദ്രിയം അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിനുള്ള അവയവവും ഉണ്ടായി.
കാമസൗഖ്യം ഇവ രണ്ടിനെയും ആശ്രയിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭക്ഷ്യാംശം പുറത്തു കളയുവാൻ ഇച്ഛിച്ചപ്പോൾ പായു എന്ന വിസർജനേന്ദ്രിയവും ഗുദവും ഉണ്ടായി. ഇവ രണ്ടിനെയും ആശ്രയിച്ച് മിത്രമെന്ന ദേവതയും വിസർജനമെന്ന ക്രിയയും ഉണ്ടായി. ഒരു ശരീരം വിട്ടിട്ട് അന്യ ശരീരത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ നാഭി ഉണ്ടായി, അത് പൊക്കിൾക്കൊടി ഉണ്ടായി. അതിൽ നിന്ന് അപാനമെന്ന ഇന്ദ്രിയവും അധിഷ്ഠാന ദേവതയായ മൃത്യുവും ഉണ്ടായി. അതാകട്ടെ ഇന്ദ്രിയം, ദേവത എന്നീ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ അന്നപാനാദികൾ ഇച്ഛിച്ച ആ പുരുഷന് സാഗരങ്ങളാകുന്ന ഉദരവും നദീനദങ്ങളാകുന്ന നാഡികളും ഉണ്ടായി. അവയെ ആശ്രയിച്ച് തുഷ്ടിയും പുഷ്ടിയും ഉണ്ടായി. സ്വന്തം മായയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഹൃദയവും അതിന് മനസ്സെന്ന ഇന്ദ്രിയവും ഉണ്ടായി. മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയായി ചന്ദ്രനും അതിൽ നിന്ന് സങ്കല്പവും കാമവും ഉണ്ടായി. ത്വക്ക്, ചർമ്മം, മാംസം, അസ്ഥി, രക്തം, മേധസ്, മജ്ജ എന്നീ സപ്തധാതുക്കളും ഭൂമി, ജലം, അഗ്നി, പ്രാണൻ, ആകാശം, ജലം, വായു എന്നിവയിൽ നിന്നും ഉണ്ടായി. ഇന്ദ്രിയങ്ങൾ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായവയും ശബ്ദാദി വിഷയങ്ങളിൽ വ്യാപിക്കുന്നവയുമാണ്. മനസ്സ് സകല വികാരങ്ങളുടെയും ബുദ്ധി ജ്ഞാനത്തിൻ്റെയും സ്വരൂപത്തോടു കൂടിയത് ആകുന്നു. ഇത്തരത്തിലെ ഭഗവാന്റെ സ്ഥൂല രൂപത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ശ്രീശുകൻ തുടരുകയാണ്. പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, മഹത്തത്വം, അവ്യക്തം എന്നീ 8 ആവരണങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടതാണ് ഭഗവാന്റെ ഈ രൂപം. ഇതിനും ഉപരിയായാണ് അവ്യക്തവും നിർവിശേഷവും ആദി മധ്യാന്തരഹിതവും നിത്യവും വാക്കിനും മനസ്സിനും പ്രാപിക്കാൻ കഴിയാത്തതുമായ ഭഗവാന്റെ ലിംഗദേഹം അദ്ദേഹത്തിൻ്റെ ലിംഗദേഹം വർത്തിക്കുന്നത്. ഭഗവാന്റെ സ്ഥൂല സൂക്ഷ്മങ്ങളായ 2 ദേഹങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു തന്നു. മായാനിർമ്മിതമായതുകൊണ്ട് ഇവ രണ്ടിനെയും ജ്ഞാനികൾ കൈക്കൊള്ളുകയില്ല. ഭഗവാൻ അകർമ്മിയാണെങ്കിലും ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ച് നാമരൂപ ക്രിയാദികളോടുകൂടിയ കർമ്മത്തെ ചെയ്യുന്നു. പ്രജാപതികൾ, അതായത് സൃഷ്ടാവിൻ്റെ സഹായികളായി പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്ന ദേവതകളാണ് പ്രജാപതികൾ. മനുഷ്യവംശത്തിൻ്റെ പിതാക്കന്മാർ എന്നും ഇവരെ അറിയപ്പെടുന്നു. അത് പിതൃക്കൾ, അതായത് നമ്മുടെ പൂർവികർ. മനുക്കൾ, അതായത് മുൻപ് മന്വന്തര കാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഓരോ മന്വന്തര കാലഘട്ടത്തിലെയും ഭരണാധികാരികളും മനുഷ്യവംശത്തിൻ്റെ പിതാക്കന്മാരുമാണ് മനുക്കൾ. ഓരോ മന്വന്തരത്തിലും ഓരോ മനു ഉണ്ടാകും. പിന്നീട് ദേവന്മാർ, ഋഷികൾ, സിദ്ധചാരണ, ഗന്ധർവാദികൾ, വിദ്യാധരന്മാർ, അതായത് ഇവർ ഒരു വിഭാഗം അമാനുഷിക ജീവികളാണ്. അറിവും മാന്ത്രിക ശക്തിയും സൗന്ദര്യവും ഉള്ള ഇവർ പലപ്പോഴും ദേവതകളുടെ സഹായികളായി കാണപ്പെടുന്നു. പിന്നെ അസുരന്മാർ, ഗുഹ്യകന്മാർ എന്ന് പറഞ്ഞാൽ കുബേരൻ്റെ സഹായികളായി അറിയപ്പെടുന്ന ഒരു വിഭാഗം ജീവികളാണ്. നിധികളും രഹസ്യങ്ങളും സംരക്ഷിക്കുകയാണ് ഇവരുടെ പ്രധാന ചുമതല. അടുത്തത് കിന്നരന്മാർ. മനുഷ്യ ശരീരവും കുതിരയുടെയോ പക്ഷിയുടെയോ തലയുമുള്ള ഒരു വിഭാഗം ജീവികളാണ് കിന്നരന്മാർ. മികച്ച സംഗീതജ്ഞരും ഗായകരുമായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്സരസുകൾ, അവർ സ്വർഗ്ഗലോകത്ത് കഴിയുന്ന അപ്സര സ്ത്രീകളാണ് അപ്സരസുകൾ. അവർ അസാധാരണമാംവിധം സുന്ദരികളും നൃത്തത്തിലും സംഗീതത്തിലും അതിവിദഗ്ധരുമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നീട് നാഗങ്ങൾ, സർപ്പങ്ങൾ, കിംപുരുഷന്മാർ. ഈ കിംപുരുഷന്മാരും ഈ കിന്നരന്മാരെ പോലെയുള്ള മറ്റൊരു വിഭാഗമാണ്. ഉരകങ്ങൾ, മാതൃക്കൾ, രക്ഷസുകൾ, പിശാചുക്കൾ, പ്രേതങ്ങൾ, കൂഷ്മാണ്ഡങ്ങൾ എന്നത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ ആദിശക്തിയുടെ ഒരു വിഭാഗം ജീവികളാണ്. ദുർഗാദേവിയുടെ ഒരു രൂപത്തെയും കൂഷ്മാണ്ഡ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഉന്മാദങ്ങൾ, വേതാളങ്ങൾ, രാക്ഷസന്മാർ, ഗ്രഹങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, മലനിരകൾ, ഇഴജന്തുക്കൾ, ജരായുജങ്ങൾ, അതായത് ഗർഭപാത്രത്തിൽ വളർന്ന് പുറത്തു വരുന്ന ജീവികൾ, മനുഷ്യർ ഇതിന് ഉദാഹരണമാണ്. പിന്നെ അണ്ടജങ്ങൾ, അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ. സ്വേദജങ്ങൾ എന്ന് പറഞ്ഞാൽ വിയർപ്പ്, ഈർപ്പം അല്ലെങ്കിൽ ചൂട് എന്നിവയിൽ നിന്ന് ജനിക്കുന്ന ജീവികളാണ്. ഈ പേൻ, കൊതുക് തുടങ്ങിയ ഇതിന് ഉദാഹരണങ്ങളാണ്. ഉദ്ഭിജങ്ങൾ എന്നാൽ മണ്ണിൽ നിന്ന് മുളച്ചു വളർന്ന ജീവികൾ, അതായത് സസ്യങ്ങൾ, വിത്തുകളിൽ നിന്നോ വേരുകളിൽ നിന്നോ ഉയർന്നു വരുന്നവയാണ് ഇവ. ഈ പറഞ്ഞ സർവ്വതും കർമ്മങ്ങളുടെ ഗതിക്ക് ഒത്തവയാണ്. ബ്രഹ്മാവിൻ്റെ രൂപം കൈക്കൊണ്ട് ഭഗവാൻ സത്വഗുണത്തോടു കൂടിയ ദേവന്മാരെയും രജോ ഗുണത്തോടു കൂടിയ മനുഷ്യന്മാരെയും തമോ ഗുണത്തോടു കൂടിയ തിര്യക്കുകളെയും സൃഷ്ടിക്കുന്നു.
ഈ തിര്യക്കുകൾ എന്നാൽ സാധാരണയായി മൃഗങ്ങളെയും പക്ഷികളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ മനുഷ്യരെ പോലെ നിവർന്ന് നടക്കുന്നതിന് പകരം ശരീരത്തിൻ്റെ ഭൂരിഭാഗവും ഭൂമിക്ക് സമാന്തരമായി ചലിക്കുന്ന ജീവികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ സർവ്വതിൻ്റെയും സൃഷ്ടാവായ ഭഗവാൻ തന്നെ ഈ 3 വിധത്തിലുള്ള ജീവജാലങ്ങളുടെ രൂപം ധരിച്ച് ധർമ്മം സംരക്ഷിക്കുന്നു. പ്രളയകാലത്ത് കാലാഗ്നി രുദ്രൻ്റെ രൂപം സ്വീകരിച്ച് മഴക്കാറിനെ കാറ്റുന്ന പോലെ സർവ്വതിനെയും തന്നിൽ ലയിപ്പിക്കുന്നു. സർവേശ്വരനായ ഭഗവാൻ യഥാർത്ഥത്തിൽ യാതൊന്നിൻ്റെയും കർത്തൃത്വമില്ല. സർവവും മായ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. ജ്ഞാനികളായവർ ഈ സത്യത്തെ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.